So, hello guys, welcome back to my channel RRYT Gaming. Talk to me, numbers never lie, add it up, that's me. So, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു മോബ് ഫാർം മെയ്ഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് നമ്മൾ റിസോഴ്സ് ഒക്കെ നേരത്തെ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഗ്യാദർ ചെയ്ത് വെച്ചു. ഈ സ്മൂത്ത് സ്റ്റോൺ ഞാനൊരു സ്റ്റോൺ ജനറേറ്റർ തന്നെ അവിടെ ഉണ്ടാക്കി മൈൻ ചെയ്യാൻ വേണമെന്നുണ്ട്. എന്നിട്ട് ഓട്ടോ ക്ലിക്കർ ഒട്ടിട്ട് അവിടെ വെച്ചിട്ട് പോയി. കുറേ സ്റ്റോൺ കിട്ടി. ഒരു പിക്കാക്സ് ഒട്ടി പൊട്ടുമ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. എന്നിട്ട് എല്ലാം മെൽറ്റും ചെയ്ത് എൻ്റെ കോളൊക്കെ തീർന്നും ചെയ്ത് ഇപ്പം കുറച്ച് കോള് ബാക്കിയുണ്ട് അവിടെ. ഇപ്പം എന്തായാലും നമുക്ക് മോബ് ഫാർ മേക്കിങ്ങിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ ഡോർട്ടൊക്കെ എടുക്കണം. എന്നിട്ട് ഇതിവിടെ എന്നിട്ട് ഇത് ഞാൻ വെള്ളത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് അങ്ങോട്ട് എങ്ങോട്ട് മറന്നും പോയി എൻ്റെ ഇടയിൽ. അത് അങ്ങോട്ട് പോയ എൻ്റെ വീടാണ്. അത് എന്തൊക്കെയാ ആള് റെക്കമെൻഡ് ചെയ്തത്? ഞാനിപ്പം എന്നെ തല്ലാൻ വരുമോ? ഇങ്ങോട്ട് വരരുത്. എന്തൊക്കെയാണ് പറഞ്ഞാൽ കടലിന് നടുവിൽ ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ് എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്ന് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിന്ന് ഈ ഇത്രയും ലാഡർ എടുത്തിട്ട് പോവാം. അത് നമ്മളൊരു ബ്ലോക്ക് വെച്ചിട്ട് 117 ബ്ലോക്ക് ഇപ്പം ഒന്നുണ്ട്. 116 ബ്ലോക്ക് പോകണം ഇനി. 1 2 3 4 5 6 7 8 9 10 11 ഞാൻ 117 ബ്ലോക്ക് വെച്ചിട്ട് ഇനി കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ 117 ബ്ലോക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. എന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ വെള്ളത്തിലേക്ക് ഒരു ചാട്ടം. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾക്ക് മേളിൽ കയറാൻ വേണ്ടി. ഇടയിലൊരു ബ്ലോക്കിൽ വെക്കാൻ മറന്നു. ബ്ലോക്കിൽ വെച്ച് പോകണം. വെക്കാൻ നല്ല പണിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഇനി വെച്ച് പോവാം. ഒന്നാമതേ 100 വട്ടം പണി ഇനിയും ഉണ്ട്. അതിൻ്റെ ഇടയിൽ വിട്ടു പോകുന്നു. ഇങ്ങനെ വെച്ചോണ്ട് തീർന്നതിന് ശേഷം അടുത്ത സ്റ്റാക്ക് എടുക്കാൻ പോകണം. ഞാൻ ഈ ലാഡറിന് വെച്ച് ചേർക്കട്ടെ കേസ്. എൻ്റെ കാണാം. ഓക്കെ, നമ്മളത് വെച്ചിട്ടുണ്ട് ഫുള്ള്. അതുകൊണ്ട് നമ്മൾ ഇൻവെൻറ്ററി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയ്യോ അറ സമയക്കൂല. ഇൻവെൻറ്ററി ക്ലിയർ ചെയ്ത് വന്നേ ഉള്ളൂ. കൊല്ലല്ലേ, റീസ്റ്റോൺ പോലും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മളുറപ്പു ആ ചത്തേനെ തെണ്ടി കാരണം സോഡ് കല്ലെടുത്തിട്ട് പോയാ സമാധാനമായിട്ട് കയറാം. ഇത് എൻ്റെ ഇല്ല, ഞാനിപ്പോൾ ചാടി എത്തിയിരുന്നില്ല പെട്ടെന്ന്. ഞങ്ങളിലേക്ക് പെട്ടെന്നെത്തു. എന്തായി? ക്രൗച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇനി 3 എണ്ണം. 1
2 3. ഇനി ഈ ബ്ലോക്കും കൂടി കൂട്ടിയിട്ട് ബാക്കി 6 എണ്ണം. 1 2 3 4 5 6 7 ബ്ലോക്കാണ് വേണ്ടത്. ഇപ്പൊ എത്ര ബ്ലോക്കായി? 1 2 3 4 5 6 7 7ആയി. ഇനി ഇത് കൂട്ടിച്ചേർക്കണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. പിക്കാക്സ് എടുക്കാൻ മറന്നു. ഈ 2 ബ്ലോക്ക് പൊട്ടിക്കേണ്ടി കഷ്ടപ്പെട്ട് പൊട്ടിക്കുക. 2 ബ്ലോക്ക് പോയി. ഞാൻ കുറച്ച് ബ്ലോക്ക് എക്സ്ട്രാ എടുത്തായിരുന്നു. 36 ഒരു 2-3 എക്സ്ട്രാ എടുത്തിന്. പൊട്ടിച്ച ഞാൻ ആരും ഉണ്ടാക്കിയോളൂ ആവശ്യം ഉണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വന്ന ഹോപ്പർ ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഇവിടെ 2 ചെസ്റ്റ് വെക്കണം. അത് മറന്നുപോയി ഞാൻ. ചെസ്റ്റ് എടുത്തിട്ട് വരാമിനി ജമ്പ്. ആ തെണ്ടി അവിടുന്ന് പോയോ എന്തോ. ചെസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. ഇതുമില്ലല്ലേ. ഈ ചെസ്റ്റിനെ പൊട്ടിച്ചെടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇത്രയും മുട്ടിരിക്കുകയല്ല, നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെറുതെ ഉണ്ടാക്കാം. വെക്കാനാണോ പറഞ്ഞ? ഒരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് പൊട്ടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തുറന്നു ഇതവിടെ ഇരിക്കട്ടെ. ഇനി തോന്നേണ്ട ആവശ്യമില്ല. ഒരു പിക്കാക്സ് എടുത്തിട്ട് ആവശ്യം വരും. ഇനി ഓരോ മുകളിലേക്ക് അഗൈൻ ഇതൊരു ഇതിലേക്ക് യാത്ര. മുകളിലേക്ക് എത്താറായി. ഇപ്പൊ വീണാണ്. അതിന് ഇവിടെ 2 ബ്ലോക്ക് ചെയ്ത് ഹൈറ്റ് കൂട്ടണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഓപ്പസിനുള്ള ഇങ്ങനെ ബ്ലോക്ക് വെക്കണം. എന്നിട്ട് ഇവിടെ ഫ്രണ്ടിലേക്ക് 2 ഡബിൾ ചെസ്റ്റ്. ഈ വെച്ചൊരു ബ്ലോക്ക് എടുക്കും. 2 ബ്ലോക്ക്. ഓക്കെ, ചെറുതായിട്ടൊരു ബഗ് ആയതാണ്. ഈ 2 ബ്ലോക്ക് പൊളിച്ചെടുത്തിട്ട് ഇതിലേക്ക് വെക്കണം. ആ പൊളിച്ച ബ്ലോക്ക് അവിടെ തന്നെ വെക്കണം. അതിനുശേഷം ഉണ്ടാക്കിയതിൽ എന്തോ ഒരു തകരാറ്. ഇങ്ങനെയല്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി വെക്കാം. ഇപ്പം സെറ്റ്. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ടോട്ടൽ ഇപ്പം 2 ബ്ലോക്കായി. അത് കൂട്ടിയിട്ട് തന്നെ 20 ബ്ലോക്കും കൂടി അതിന് പോകണം. അതും കൂടി പോയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, 22 ബ്ലോക്കായി. ഇനി നമ്മൾ ഇങ്ങോട്ട് ഈ ബ്ലോക്കും കൂട്ടാണ്ട് ഈ ബ്ലോക്കും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരു 7 ബ്ലോക്ക് വെക്കണം. 1 2 3 4 5 6
അപ്പോൾ ഇത് കറക്റ്റ് 7 അങ്ങനെ എല്ലാ സൈഡിലും നമ്മളിങ്ങനെ ബ്ലോക്ക് ആക്കണം. ഇത്ര ബ്ലോക്കല്ല, കുറേ ബ്ലോക്ക് ഇടുന്നുണ്ട് എൻ്റെ കയ്യിൽ. ഒരു സൈഡ് 7 ആയി. അടുത്ത സൈഡ് 1 2 3 4 5 6 കറക്റ്റ്. അതിലൊന്നുകൂടി 1 2 3 4 5 6. ചിലപ്പോൾ ഇത് നേരെ വെള്ളം താഴോട്ട് പോകും. വെച്ചതിട്ടാണ് ഒരു ബ്ലോക്കും കൂടി കൂട്ടി വെച്ചാൽ മതിയെന്ന് തോന്നുന്നു. 1 2 3 4 5 6. ബ്ലാക്ക് വീഴാണ്ട് ഈ ബ്ലോക്ക് എടുക്കണം. അറിയാണ്ട് വെച്ചത് ഇത് കിട്ടി. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതാക്കിയിട്ട് എല്ലാ സൈഡും ഇങ്ങനെ ഒരു വരി ഇങ്ങനെ വെച്ചു പോവാം. വെള്ളത്തിൽ ടാറ്റ ബൈ ബൈ ബ്ലോക്ക്. അത് കിട്ടി, സമാധാനം. ഇങ്ങനെയാണോ? ഞാൻ എന്തായാലും ഇത് ഫുള്ള് ബിൽഡ് ചെയ്തിട്ട് കാണിക്കുന്നു. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. Get ready to see my mob farm. സ്പൈഡറൊക്കെ ഒന്നിച്ചാവും. ഒന്നും വേണ്ട. ആ മൂലയിൽ നിൽക്കുന്ന വധൂരി, ആ വധൂരിനെ കൊല്ലാൻ നമ്മൾ പിടിക്കണം. ആ പച്ചത്തു ഇപ്പം ഇവിടെ കിട്ടിയ സാധനമെല്ലാം ഇതിൻ്റെ അകത്ത് വരും. സെറ്റ് ഇപ്പം തന്നെ ഞാൻ റിസോർട്സ് കയറി കഴിഞ്ഞാൽ നല്ല സമയം എടുത്ത്. ഇപ്പം നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വീഡിയോ ഇടണമെങ്കിൽ തന്നെ ഇത്ര ലെങ്തേ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നതിൽ ടാറ്റ ബൈ ബൈ.